ഗാസയിൽ കഴിഞ്ഞ 2 കൊല്ലത്തിലേറെ കാലമായി സമാധാനമായി മനുഷ്യർ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ അവിടേക്ക് അത്യാവശ്യ സാധനങ്ങൾ, ഒരു മനുഷ്യന് ആവശ്യമുള്ള ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഒന്നും തന്നെ കിട്ടാതെ അതൊക്കെ നിലച്ച ഒരു സാഹചര്യമാണ്. നരകതുല്യമാണ് അവിടുത്തെ ജീവിതം എന്ന് ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണ് ഫലസ്തീൻ ഐക്യദാർഢ്യവുമായി യുഎന്നും ശക്തമായി ഇറങ്ങിയത്. വളരെ വൈകിയാണ് അവർ ഇറങ്ങിയത് എന്ന് തന്നെ പറയേണ്ടി വരും. എന്നിട്ടും അവർ ഒടുവിൽ ഫലസ്തീൻ്റെ സ്വതന്ത്ര രാഷ്ട്ര പദവി അവർ അർഹിക്കുന്ന പരിഗണനയോടുകൂടി തന്നെ നൽകി. ഇപ്പോഴിതാ ഗാസയിലേക്കുള്ള ബോട്ട് ഗതാഗതം, പ്രത്യേകിച്ചും ഗാസയിലേക്ക് ഭക്ഷണവും മറ്റ് വസ്ത്രങ്ങളുമൊക്കെ ബോട്ട് വഴി എത്തിക്കുന്ന രീതിയിലുള്ള സംവിധാനത്തെ തന്നെ ഇസ്രായേൽ സൈന്യം, പ്രതിരോധ സൈന്യം തടസ്സപ്പെടുത്തിയിരിക്കുന്നു. ഈ വിഷയത്തിൽ ഇപ്പോൾ ലോക രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ഏഷ്യയിലെ അറബ് രാജ്യങ്ങൾ വളരെ വ്യക്തമായ ഒരു സൂചന ഇസ്രായേലിന് നൽകിയിരിക്കുകയാണ്. ഇസ്രായേലുമായി വേണ്ടി വന്നാൽ പോരാട്ടത്തിന് നേരിട്ട് തയ്യാറാണ് എന്നുള്ള ആഹ്വാനം. കാരണം ഇതിന് അപ്പുറത്തേക്ക് ഇനി ഒന്നും ചിന്തിക്കാനില്ല. ഒരു ജനതയെ മുഴുവൻ കൊന്നൊടുക്കുന്ന ഇസ്രായേൽ, വംശഹത്യ നടത്തുന്ന ഇസ്രായേൽ, കുരുന്നുകളെയും അതുപോലെ തന്നെ സ്ത്രീകളെയും മാത്രം ഉന്നം വയ്ക്കുന്നു. അതെന്തിനാണ്? കാരണം ഇനി സ്ത്രീകൾ അവിടെ ബാക്കി അവശേഷിക്കരുത്. അവിടുത്തെ ഇളം തലമുറ പരിപൂർണമായി അവരെ തുടച്ചു നീക്കുക, അങ്ങനെ പുതിയ ഒരു പരമ്പരയെ തന്നെ ഇല്ലാതാക്കുക. ഇതാണ് ഇസ്രായേലിൻ്റെ ദുഷ്ടബുദ്ധി. ഇസ്രായേൽ എന്ന ഈ ചെറു രാജ്യം 25,000 സ്ക്വയർ കിലോമീറ്റർ മാത്രം വിസ്താരമുള്ള, കേവലം 70-80 ലക്ഷം ആളുകൾ മാത്രം താമസിക്കുന്ന, കേരളത്തിൻ്റെ അത്ര പോലും, അതിൻ്റെ പകുതി പോലും ജനസംഖ്യയില്ലാത്ത രാജ്യ പദവി എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്ന ഈ ഇസ്രായേലിന് ഇടം കൊടുത്തതിന് ഫലസ്തീന് കിട്ടിയ തിരിച്ചടിയാണ്. കൃത്യമായി റഷ്യ ഉക്രൈനെ എന്തുകൊണ്ടാണ് ആക്രമിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. ഉക്രൈൻ ചതിയന്മാരാണ്, വഞ്ചകരാണ്. സെലൻസ്കിയുടെ കള്ളത്തരങ്ങൾ ഒന്നും തന്നെ പുടിൻ്റെ മുമ്പിൽ ചിലവാവുകയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ റഷ്യ വളരെ വ്യക്തമായി തന്നെ ഇറാനും ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്കും അറബ് രാജ്യങ്ങൾക്കും പിന്തുണ കൊടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഇസ്രായേലിനെ നേരിടാമോ നേരിട്ടോളൂ. ആ കാര്യത്തിൽ, ആ ദൗത്യത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒരു അച്ചുതണ്ട് ശക്തി പോലെ, ഒരു ആക്സിസ് പവർ ഗ്രൂപ്പ് പോലെ നമുക്ക് ഫോർമേറ്റ് ചെയ്യാം എന്ന് ഉറപ്പ് നൽകുകയാണ് പുടിൻ.